യെസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് മോർണിംഗ് അല്ല, ഇന്നലെ രാത്രി ഞാന് അപ്പത്തിനൊക്കെ ഒന്ന് അരച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാന് കുറച്ച് തേങ്ങ ആദ്യം മിക്സിയിൽ ഒന്ന് നന്നായിട്ട് ഇത്തിരി വെള്ളം എടുക്കുകയുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടത്തില്ല. പെട്ടെന്നല്ല, നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം തേങ്ങ ഞാൻ അരച്ചെടുത്തതിന് ശേഷമാണ് അതിൽ അരി ഇട്ടിട്ട് അരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ കുറേ ദിവസമായിട്ട് എൻ്റെ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മോർണിംഗ് റുട്ടീൻ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഇപ്പൊ തേങ്ങ ഒന്ന് അരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഒരു 1/4 ഭാഗം അരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പൊ ഞാൻ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ 1 ഗ്ലാസ് തേങ്ങ, 1 ഗ്ലാസ് ചോറ്, കുറച്ച് ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെനിക്കൊരു കൈ കണക്കുള്ളത് കൊണ്ടാണ് സ്പൂൺ ഇട്ടിട്ട് ഞാൻ ചോറെടുത്തത്. എനിക്ക് നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴത്തേലും നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അല്ലാത്തവർക്കൊക്കെ നന്നായിട്ട് അപ്പം ഉണ്ടാക്കാൻ അറിയാം എന്നൊക്കെ എനിക്ക് അറിയാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക്, ഇപ്പൊ എൻ്റെ മക്കള് തന്നെ കാനഡയിലാണ്. അപ്പൊ അവർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഹെഫെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈസ്റ്റ്, ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഇവിടുന്ന് മേടിച്ചതല്ല. എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേല് ആ ഈസ്റ്റ് വളരെ നല്ല ഈസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് പെട്ടെന്ന് പൊങ്ങിയൊക്കെ കിട്ടും. അപ്പൊ ആ ഈസ്റ്റ് ചോദിച്ചിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാരയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഉറക്കം തീരെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാം, എനിക്ക് തീരെ ഉറക്കമില്ലാത്ത ആളാണ് ഞാൻ. അപ്പൊ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഉള്ള എൻ്റെ ഓരോ വട്ടിത്തരങ്ങളാണ് കേട്ടോ. ഇപ്പൊ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല, കാരണം തീരെ വയ്യ. അപ്പൊ ഇപ്പൊ കുറച്ചൊരു ഭേദം വന്നപ്പോഴത്തേല് ഞാൻ ഇത് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ അപ്പത്തിനൊക്കെ നന്നായിട്ട് അരച്ച് അതൊരു പാത്രത്തില്, ഞാൻ എപ്പോഴും കുറച്ച് വലിയ പാത്രത്തിലാണ് അപ്പത്തിനൊക്കെ അരച്ച് വെക്കുന്നത്. കാരണം ക്വാണ്ടിറ്റി കുറച്ചാണെങ്കിലും വലിയ പാത്രത്തിൽ വെക്കുമ്പോൾ പൊന്തി ഇങ്ങനെ കളയത്തില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചെറിയ പാത്രങ്ങൾ വെച്ചിട്ടുള്ളപ്പോഴെല്ലാം മാവ് ഇങ്ങനെ പൊങ്ങി പുറത്തോട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അതങ്ങ് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് രാത്രിത്തെ പരിപാടിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് രാത്രി കഴിഞ്ഞിട്ട് ഞാനിപ്പോ കുറച്ച് മെഡിക്കേഷൻസിലും കാര്യത്തിലൊക്കെയാണ്. എനിക്ക് കുറച്ച് ചെസ്റ്റിന് പ്രശ്നമുണ്ട്. എന്താണെന്നുള്ളത് ഇതുവരെ റൂൾ ഔട്ട് ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് നെഞ്ചുവേദനയും ഇങ്ങനെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൂടുന്നത് പോലെയൊക്കെ, അപ്പോഴേക്കും ശ്വാസം മുട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഞാനിങ്ങനെ മെഡിസിൻസ്, അപ്പൊ ഡോക്ടർ സ്ട്രെസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് കുറച്ച് നമുക്കൊന്ന് പിന്നെ അതിൽ കുറഞ്ഞില്ലെങ്കിൽ ECGയും കാര്യങ്ങളും ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനുള്ള മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഉറങ്ങേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാല് ഞാൻ 1 മണിക്കൂറേ രാത്രി ഉറങ്ങുന്നുള്ളൂ കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ രാത്രി 12 മണിക്ക് എഴുന്നേറ്റിരുന്ന് ചെയ്യുന്ന കുക്കിംഗ് ആണ് ഇതൊക്കെ. അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ തരം കറി വെക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് കേട്ടോ. കാഷ്യൂനട്ട് വെച്ചിട്ടുള്ളൊരു കറിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മലയാള പേര് പറങ്ങാണ്ടി കറി എന്നാണ് കേട്ടോ. അപ്പൊ അതിനൊക്കെ ആവശ്യമുള്ള ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടെ ഞാനൊന്ന് അരിഞ്ഞരിഞ്ഞ് എടുക്കുവാണേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 12 മണിക്ക് ശേഷമുള്ള ഒരു കുക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഈ കറി അങ്ങനെ ആരും വെച്ച് ഞാൻ ഇതുവരെ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. ചിലപ്പം ഒത്തിരി ചാനൽസ് ഉണ്ടാവുമായിരിക്കും, ഞാൻ കാണാത്തതായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങള് ഇതുവരെയും ഇങ്ങനത്തെ കറി ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ പേര് കേട്ടിട്ടില്ലെങ്കിൽ
ഇങ്ങനത്തെ ഒരു കറി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ മാക്സിമം ഇതിൽ കാണിക്കാൻ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ ഈ കറി വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ ഒരു സവാള, പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ഇത്രയുമാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ കറികളൊക്കെ ഇപ്പം മെയിനായിട്ട് വെക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഡാഡിയും മമ്മിയും മാത്രമേ ഉള്ളൂ. പ്രിയയും ഷിബുവും ജോനയും അവളുടെ നാട്ടിൽ പോയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഡാഡിക്കും മമ്മിക്കും ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെ കൊണ്ടാവുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ കറി വെക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പ്രഷർ കുക്കർ വെള്ളമൊക്കെ വറ്റിക്കതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യുമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് കടുകും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുവാണേ. അപ്പോൾ അതൊന്ന് അതിൻ്റെ കളറൊന്നും മാറണ്ട, ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഇതിൽ ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാഷ്യൂനട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റൻ ആയതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇട്ട് കൊടുത്തത് നമ്മുടെ കാഷ്യൂനട്ടാണ് കേട്ടോ. കാഷ്യൂനട്ട് കുറച്ച് അധികം എടുക്കണം. അധികം എടുത്തിട്ട് തലേദിവസം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. ആ കുതിർത്ത് വെച്ചിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണേ. എന്നിട്ട് അത് ഞാൻ അതിലിട്ട് കൊടുത്തു. അതിലേക്ക് എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വൈറ്റ് കളറിലിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ എനിക്കെന്തോ വൈറ്റ് കളറിലെ കറികളോട് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പൊടിക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നെയ്യ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഞാൻ വേറൊരു പാത്രത്തിൽ അവിടെ കുറച്ച് കശുവണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അരച്ച് പേസ്റ്റ് ആക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് 2ാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങ പിഴിഞ്ഞ് 2ാം പാലാണിത്. 2ാം പാല് ഒഴിച്ചതിന് ശേഷം ഇത് നമ്മുടെ പ്രഷർ കുക്കർ മൂടി വെച്ച് നന്നായിട്ട് ഒരു 3-4-5 വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2ാം പാലും ഒക്കെ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞല്ലോ ആവശ്യത്തിന്. ഈ മഞ്ഞ കളർ ഒരു ചെറിയ ഗ്രീനിഷ് കളർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണ്ട കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് റോ ആയിട്ടുള്ള മസാലാസ് ഞാൻ ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോഴത്തേലും ഞാൻ ഇതിൽ കൂടെ ഒരു 3-4 ജീരകമല്ല ഏലക്ക, പിന്നെ ഒരു 2-3 കറുവപ്പട്ട, ഒരു കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പു, ഒരു സ്റ്റാർ സീഡ്, ഇത്രയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുവാണേ. അതിനുശേഷം ഞാൻ വീണ്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതും ഞാനൊന്ന് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടുവേ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഞാനത് വേവിക്കാൻ വെച്ചു. അതിനുശേഷം പിന്നെ അടുത്ത് പാൻ വെച്ചിട്ട് എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം അടുത്ത് ക്യാരറ്റും ക്യാബേജും കൂടെ ഇട്ടിട്ടുള്ള ഒരു തോരനും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് കംപ്ലീറ്റ് ക്യാരറ്റിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ തോരനും കൂടി ആവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. ഡാഡി മമ്മിയും അപ്പോൾ ഡാഡിക്കാണെങ്കിലും തീരെ വയ്യ, മമ്മിക്കാണേലും തീരെ വയ്യ. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനും ഇപ്പം തീരെ വയ്യാതായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വെക്കുമ്പോഴത്തേല് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എന്നെ കൊണ്ടും പറ്റാത്തത് കൊണ്ട് ഞാനും ഇപ്പം 2-3 ദിവസമായിട്ട് ഒന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ.
അപ്പം എനിക്ക് ഒന്നും കൊടുക്കാനും പറ്റിയില്ല. അവര് ഇങ്ങനെ തൈരും ചമ്മന്തിയൊക്കെ വെച്ച് കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. അപ്പം ഇപ്പോൾ എനിക്കൊരു ഇച്ചിരി ആശ്വാസം വന്നപ്പോഴേക്കും ഞാൻ പോയിട്ട് രാത്രിയെങ്കിൽ രാത്രി ഉറക്കമില്ലാത്ത സമയത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പകലെങ്ങാനും ക്ഷീണമായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ തോരൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പച്ചമുളക് തീർന്നു പോയേ. അപ്പോൾ ഞാൻ പച്ചമുളകിന് പകരം കുറച്ച് കുരുമുളക് പൊടിയാണ് ക്യാബേജ് തോരനിലിട്ടേക്കുന്നത്. അപ്പം ഇത് നമ്മുടെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് നമ്മുടെ കാഷ്യൂ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി ആ പേസ്റ്റാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നി ലാസ്റ്റ് ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കരുതേ. കറി ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് ഓഫ് ചെയ്തേക്ക്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്തത്, പക്ഷെ കറി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിലേക്കും ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തു. നെയ്യും കൂടെ നെയ്യിൽ മാത്രമായിട്ട് ചെയ്തു കഴിഞ്ഞാലും നല്ലതാണ്, പക്ഷെ എനിക്ക് നെയ്യ് മാത്രമായിട്ടുള്ളത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ നെയ്യും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണേ. അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേല് അത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിക്കുള്ള അത് ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പറങ്ങാണ്ടി കറി ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കൊഴുത്ത കറിയാണ്. ഇതിൽ കൂടെ ഇച്ചിരി ഫ്രഷ് ക്രീമും കൂടെ ഇടാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്താലായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രഷ് ക്രീമിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാനത് ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ. ഇനി അടുത്തത് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെയുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ചും ഉരുളക്കിഴങ്ങിനോട് ഭയങ്കര പ്രിയമാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറഞ്ഞു പോയി. അപ്പോഴത്തേല് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തീരെ വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ക്രഷ്ഡ് ചില്ലി ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലൊരു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ആ വെള്ളം വറ്റി പോകുന്നത് വരെ നന്നായിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും റെഡിയായി. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കണമല്ലോ. അപ്പോൾ എല്ലാം ഞാൻ സെപ്പറേറ്റ് ഇപ്പം തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. തോരനൊക്കെ സെപ്പറേറ്റ് പാത്രങ്ങളിലോട്ട് ഞാൻ മാറ്റി വെക്കുവാണ്. എനിക്ക് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് ഈ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതേ പാത്രത്തിൽ തന്നെ ഞാൻ അങ്ങനെ വെക്കാറില്ല. വേറെ വേറെ അതിൻ്റെതായ പാത്രങ്ങളിലോട്ട് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ അത് തോരനൊക്കെ റെഡി ആയിട്ട് തന്നെ മാറ്റി വെച്ചു. ഇനി അടുത്ത് അതേ പാനിൽ തന്നെയാണ് ഇനി മോര് കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് എണ്ണയും കടുകും ഒക്കെ ഇട്ടിട്ട് പൊട്ടിക്കുവാണ്. അതിലേക്ക് ഇത് മോര് കറി ഉണ്ടാക്കുമ്പോഴത്തേല് ഞാൻ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങ ചേർക്കാതെയുള്ള മോര് കാച്ചി എടുക്കുവാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം
തൈര് ഈ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലാതെ എടുക്കുമ്പോഴത്തേല് കുറച്ച് കട്ട പിടിച്ചതുപോലെ ഇരിക്കും. എന്നിട്ട് ഇതും അതെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ കയ്യിൽ പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പച്ചമുളകിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കായപ്പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ റോ സ്മെല്ല് പോയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ തൈര് ഒഴിച്ചു കൊടുക്കാൻ. തൈരും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. അപ്പോഴേക്കും തന്നെ അത് ഒരുവിധം ചൂടായി. അപ്പോഴേക്കും ഞാനത് ഓഫ് ചെയ്തു. ഉപ്പ് പോരാന്ന് തോന്നിയപ്പോഴേക്കും കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കറി ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഇത് ഭയങ്കര ഈസിയാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കറിയിൽ കുറച്ചെങ്കിലും, അതും അത്ര വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ല ആ പറങ്ങേണ്ടി കറി. ബാക്കി എല്ലാ കറികളും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് താമസിക്കുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഭയങ്കര ഈസിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അവിടെയൊക്കെ എനിക്കൊന്ന് ഇത് ഈ നമ്മുടെ കാഷ്യൂനട്ട് കറി ഉണ്ടല്ലോ, അതും കൂടി ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ട് ഇനി ആ പാത്രങ്ങൾ മുഴുവൻ കഴുകിയെടുക്കണം. സാധാരണ ഞാൻ അപ്പപ്പം കഴുകി വെക്കുന്നതാണ്, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ. അത് എനിക്ക് ഇല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയായി കിടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഭയങ്കര ഒരു മെസ്സി ഫീലിംഗ് കാണുമ്പോഴത്തേലും നമ്മുടെ മൈൻഡ് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായി പോകും കേട്ടോ. എനിക്കത് ഭയങ്കര മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ എപ്പോഴും കുക്കിംഗ് കഴിഞ്ഞിരുന്നിരുന്നാലും ഉടനെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി അടുക്കളയൊക്കെ അടിച്ചു വാരിയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കുകയാണ്. ഒരു കുന്ന് പാത്രമുണ്ട് കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അപ്പോൾ ഈ ഓരോ സാധനങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കുമ്പോഴത്തേലും നമ്മുടെ ഓരോ സാധനങ്ങളും അതിൻ്റെ മുകളിലിരിക്കുന്നത് മുഴുവൻ മാറ്റി വെച്ചിട്ട് അതൊന്ന് തുടച്ചിടണം കേട്ടോ. അല്ലാതെ ഇതാ ഇത്രയും പാത്രമുണ്ട്, ഇത് മുഴുവൻ ഇനി കഴുകിയെടുക്കണം. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ കൂട്ടിയിടാറില്ല, പക്ഷേ ഇന്നത്തെ എൻ്റെ ജോലിയുടെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ ജോലിയായിട്ട് പെണ്ണുങ്ങൾക്ക് തോന്നുന്നത്, സ്ത്രീകൾക്ക് പൊതുവെ തോന്നുന്നത് പാത്രങ്ങൾ കഴുകുന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ പാത്രം കഴുകുന്നത് ഒരു ബുദ്ധിമുട്ടേ അല്ല. പാത്രങ്ങൾ കഴുകുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഈ കൈക്കൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ കൈയൊക്കെ ചിലപ്പം കൂടുതലായിട്ട് കഴുകുമ്പോഴത്തേല് വേദന വരും. അതിൻ്റെ ഒരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാലായിട്ട് പാത്രങ്ങൾ കഴുകുന്നതും ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ തുണികൾ അലക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ടീഷനിൽ എനിക്ക് തുണി അലക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പാത്രം കഴുകിയിട്ട് ആ പാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെത്തോലി മുളക് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നെത്തോലിയും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാ കറികളും ഞാനിന്ന് ചേട്ടൻ്റെ കൂടെ ഓഫീസിൽ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ കൊച്ചുപള്ളി പോകുന്ന. ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല, തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് ഇന്നാണ് ഞാൻ കൊച്ചുപള്ളി പോകുന്നത്. അപ്പം ഞാൻ അവിടുന്ന് ചേട്ടൻ്റെ ഓഫീസിൽ പോയിട്ട് ഞാൻ വൈകിട്ടേ വരുള്ളൂ. അപ്പം എനിക്ക് ഈ കറികളുടെ ഒരു ആവശ്യവും ഇല്ല. ഇതെല്ലാം ഞാൻ ഡാഡിക്കും മമ്മിക്കും വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാളെ നാട്ടിലേക്ക് പോവുകയാണ്. സാഞ്ചേട്ടൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷം തികഞ്ഞതിൻ്റെ കുർബാനയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ അവർക്ക് 2 ദിവസമെങ്കിലും 2 ദിവസത്തേക്ക് അത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ അവരെന്തോ കഴിച്ചു എന്നുള്ള ഒരു വിഷമം ഉണ്ടാവും.
അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു മാങ്ങാച്ചാറും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മറന്നും പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേലും ഞാൻ തളർന്നും പോയി കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നെത്തോലിയൊക്കെ ഏകദേശം ഇവിടെ ഫ്രൈ ആയി വരുന്നു. അപ്പോൾ ഇത് നമ്മൾ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ സിങ്കും കൂടി ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ അടുക്കളയിൽ കയറുമ്പോൾ നമ്മുടെ സിങ്ക് കണ്ടാൽ അറിയാം ആ വീട്ടിലെ ആ ഒരു സ്ത്രീയുടെ വൃത്തി എത്രയാണെന്നുള്ളതും ആ കിച്ചണിൻ്റെ വൃത്തി എത്രയാണെന്നുള്ളത്. ചിലർ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കും, എല്ലാം ചെയ്യും, പക്ഷെ സിങ്ക് കഴുകത്തില്ല. അപ്പോൾ സിങ്ക് നമ്മൾ 1-2 പ്രാവശ്യമെങ്കിലും സിങ്ക് കഴുകാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു എന്താ പറയുന്ന ഒരു സ്ക്രബോ എന്തെങ്കിലും വെച്ചേക്കണം. നമ്മൾ പാത്രം കഴുകുന്ന സാധനം വെച്ചിട്ട് സ്ക്രബ് വെച്ചിട്ട് കഴുകരുത്. അപ്പോൾ അല്ലാതെയുള്ള ഒരു സ്ക്രബ് വെച്ചിട്ട് കഴുകുക. അതിനുശേഷം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് ഓരോ ദിവസവും നമ്മൾ തുടയ്ക്കുന്ന ഈ ഒരു കിച്ചൺ ടവലുണ്ടല്ലോ, അതും ദിവസവും വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അതിനൊരു സ്മെല്ലുണ്ടാവും. അപ്പം നമ്മുടെ നെത്തോലി ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഡാഡി ഒരു വെജിറ്റേറിയൻ ആണ് കേട്ടോ. പക്ഷെ മമ്മി മീൻ കഴിക്കും. അപ്പം മമ്മിക്ക് നെത്തോലി ഫ്രൈ ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് വേണം ഞാൻ മമ്മിക്ക് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത്രയും കറികൾ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യേണ്ടത് അപ്പം ഉണ്ടാക്കുന്ന ജോലിയാണ്. ഇതാ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇത്രയും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സാധാരണ ചിലപ്പം ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലായിട്ട് ഇതങ്ങ് പൊന്തിയിട്ട് താന്ന് കഴിഞ്ഞാലായിട്ട് അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ കറക്റ്റ് പൊങ്ങിയിരുന്നിട്ട് ഞാൻ സ്പൂൺ ഇട്ടപ്പോഴാണ് അത് താഴ്ന്നു വന്നത്. അപ്പം നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു രണ്ട് പിഞ്ചില്ല, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എനിക്ക് അങ്ങനെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കഴിയുമ്പോഴേ അപ്പം നല്ല സോഫ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ. അല്ലാതെ ആയിരുന്നാലും സോഫ്റ്റ് ആകും. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. നല്ല സോഫ്റ്റ് അപ്പം തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളും അപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കറക്റ്റായിട്ട് മാവ് നമ്മളുടെ ആ ഒരു റേഷ്യോ ഒക്കെ കറക്റ്റായിട്ട് മാവ് അരച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഡാഡിക്കും മമ്മിക്കും കൂടെ ഞാൻ അപ്പവും കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ അവർക്കത് ബുദ്ധിമുട്ടാവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവർക്കും കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇപ്പോൾ മണി ഏകദേശം രാത്രി 3 മണി ആയതേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പോഴും അപ്പം ഉണ്ടാക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മടിച്ചു പോകും കേട്ടോ. ഞാനങ്ങ് തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിതെല്ലാം അപ്പോഴപ്പോഴായിട്ട് മടി കൂടാതെ ആ സമയത്ത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും എൻ്റെ എന്താ പറയുന്നത് സിറ്റ് ഡൗൺ വീഡിയോസ് മാത്രമല്ല ഇങ്ങനെയുള്ള വീഡിയോസും ഡേ ഇൻ മൈ ലൈഫും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. അപ്പം നമ്മുടെ അപ്പമൊക്കെ കണ്ടൊരു വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും 2 പേർക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം ചോറ് വെക്കാൻ ഞാൻ മറന്നുപോയി. എന്നിട്ടിപ്പോൾ ചോറും കൂടെ ഞാൻ തിളപ്പിച്ചിറക്കി വെച്ചു കേട്ടോ. അപ്പോൾ അത് രാവിലെ അതും കൂടെ വാർത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു. ബൈ.